നമസ്കാരം. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലപ്പോഴും നമ്മൾ ആഴത്തിൽ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്: വൻപാപങ്ങൾ. നമുക്ക് ഖുർആനിലെ ഈയൊരു വാക്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നോക്കൂ, സാധാരണ നമ്മൾ ചിന്തിക്കാറെന്താണ്? നമ്മുടെ നല്ല പ്രവൃത്തികളാണ് നമ്മളെ നിർവചിക്കുന്നതെന്നല്ലേ? എന്നാൽ ഈ വാക്യം ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുകയാണ്. ഒരു വിശ്വാസിയെ നിർവചിക്കുന്നത് അവൻ ചെയ്യുന്ന നന്മകൾ മാത്രമല്ല, അവൻ ബോധപൂർവം എന്തൊക്കെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതും കൂടിയാണ്. ശരി, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ സമൂഹത്തെ കാർന്നു തിന്നുന്ന 3 മഹാപാപങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അവിടുന്ന് എങ്ങനെയാണ് ഒരാൾ ഈ പാപങ്ങളിലേക്ക് വഴുതി വീഴുന്നത് എന്ന് നോക്കും. പിന്നീട് ആ പഴയ പാപങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് ചർച്ച ചെയ്യും. അവസാനം പാപങ്ങളെക്കുറിച്ചുള്ള ഭയവും അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും എങ്ങനെ ഒരുമിച്ചു കൊണ്ടുപോകാമെന്നും നമ്മൾക്ക് കാണാം. നമുക്കാദ്യം മക്കയിലെ പഴയ കാലത്തേക്കൊന്ന് പോയി വരാം. അന്നത്തെ സമൂഹത്തിൽ ചില വലിയ അധാർമിക കാര്യങ്ങൾ തികച്ചും സാധാരണയായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് വെറുമൊരു നല്ല ശീലം മാത്രമായിരുന്നില്ല, അതൊരു നിലപാടായിരുന്നു. അത് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെയും സ്വഭാവത്തിന്റെയും ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു. നോക്കൂ, ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എപ്പോഴാണ് പുറത്തുവരുന്നത്? അയാൾ ഏറ്റവും നല്ല നിലയിലിരിക്കുമ്പോഴല്ല, മറിച്ച് ഏറ്റവും മോശം സാഹചര്യങ്ങളിലും ഏറ്റവും തകർന്നിരിക്കുമ്പോഴും അയാൾ ഏതൊക്കെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതിലാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം വെളിവാകുന്നത്. ഇനി നമുക്ക് ഖുർആൻ എടുത്തു പറഞ്ഞ ആ 3 മഹാപാപങ്ങളിലേക്ക് വരാം. ഇവ വെറും വ്യക്തിപരമായ തെറ്റുകളായിട്ടല്ല ഖുർആൻ കാണുന്നത്, മറിച്ച് ഒരു സമൂഹത്തിന്റെ അടിത്തറ തന്നെ ഇളക്കാൻ കഴിവുള്ള 3 വലിയ തൂണുകളായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, ഏറ്റവും ഗൗരവമേറിയത് ഷിർക്കാണ്. അതായത് അള്ളാഹുവിനോടൊപ്പം മറ്റാരെയെങ്കിലും ആരാധിക്കുക എന്നത്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയെ തന്നെയാണ് തകർക്കുന്നത്. ദീനിന്റെ സംരക്ഷണം എന്ന ആശയത്തെ തന്നെ ഇത് ഇല്ലാതാക്കുന്നു. രണ്ടാമത്തേത് കൊലപാതകമാണ്. അല്ലാഹു പവിത്രമാക്കിയ ഒരു ജീവനെടുക്കുന്നത് അതെല്ലാ അർത്ഥത്തിലും ഒരു മഹാപാപമാണ്. കാരണം അത് ജീവൻ സംരക്ഷിക്കുക എന്ന ദൈവീക നിയമത്തെ നേരിട്ട് ലംഘിക്കുകയാണ്. മൂന്നാമത്തേതാണ് സിന അഥവാ വ്യഭിചാരം. ഇതും ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇത് ഒരു സമൂഹത്തിന്റെ ഘടനയെ തന്നെയാണ് തകർക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ, അഭിമാനം, വരും തലമുറകളുടെ പരിശുദ്ധി, ഇതിനെയെല്ലാം അത് നശിപ്പിക്കുന്നു. അപ്പോ ഇവിടെയാണ് ഈ വിഷയം കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വലിയ പാപങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ തുടങ്ങുന്ന ചില രോഗങ്ങളുടെ ബാഹ്യമായ പ്രകടനം മാത്രമാണിവ. ഇതൊരു കൊക്കയിലേക്ക് വീഴുന്നതുപോലെയാണ്. ആരും ഒറ്റയടിക്ക് കൊക്കയിലേക്ക് ചാടുന്നില്ല. ആദ്യം ഉള്ളിലൊരു ശൂന്യതയോ നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമോ അല്ലെങ്കിൽ അടക്കാനാവാത്ത ആഗ്രഹങ്ങളോ ഉണ്ടാകുന്നു. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനായി നമ്മൾ തെറ്റായ വഴികൾ തേടുന്നു. അവസാനം ആ പാത നമ്മളെക്കൊണ്ടെത്തിക്കുന്നത് ഷിർക്ക്, കൊലപാതകം അല്ലെങ്കിൽ സിന പോലുള്ള വൻ പാപങ്ങളിലേക്കാണ്. ഖുറാനിൽ പറഞ്ഞ ഈ 3 പുറമെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുബിക്കാത്ത് എന്ന് പേരിട്ട് വിളിച്ച 7 പാപങ്ങളെക്കുറിച്ച് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുബിക്കാത്ത് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവ എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണെന്നോ? കാരണം ഈ പാപങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതത്തെ ഒരുപോലെ തകർക്കാൻ കഴിയും. ശരി, ഇതൊക്കെ പഴയകാലത്തെ കാര്യങ്ങളല്ലേ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഈ പാപങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? നമുക്ക് നോക്കാം, ഈ വലിയ പാപങ്ങളുടെ ചെറിയ ചെറിയ രൂപങ്ങൾ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അറിയാതെ കടന്നുവരുന്നത് എന്ന്. ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. നമ്മളാരും ഒരുപക്ഷെ ഒരു വിഗ്രഹത്തെ നേരിട്ട് ആരാധിക്കുന്നില്ലായിരിക്കാം. പക്ഷെ പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ വേണ്ടി നമ്മൾ നമ്മളെത്തന്നെ അടിമപ്പെടുത്തുമ്പോൾ അത് ഷിർക്കിന്റെ ഒരു പുതിയ രൂപമാവുകയാണ്. അതുപോലെ ഒരാളെ വാക്കുകൾ കൊണ്ട് കൊല്ലുന്നത്, അതായത് പരദൂഷണം പറഞ്ഞ് സ്വഭാവഹത്യ നടത്തുന്നത്, ശാരീരികമായ കൊലപാതകത്തിന്റെ ആധുനിക രൂപമാണ്. ഈ പ്രവാചക വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. ഒരു സഹോദരനുമായി 1 വർഷം പിണങ്ങി നിൽക്കുന്നത് അയാളുടെ രക്തം ചിന്തുന്നതിന് തുല്യമാണ് എന്ന്. ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് ഇസ്ലാം എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേണോ? ഇത്രയൊക്കെ പാപങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭയവും ഒരുപക്ഷെ നിരാശയും തോന്നാം. എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതിന്റെ സന്തുലിതാവസ്ഥയിലാണ്.
ഒരു വശത്ത് പാപങ്ങളെക്കുറിച്ച് താക്കീത് നൽകുമ്പോൾ തന്നെ മറുവശത്ത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നുകിടക്കുകയാണ് എന്ന പ്രതീക്ഷയും നൽകുന്നു. ഖുർആനിൽ ഇരട്ടി ശിക്ഷ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അതിന്റെ അർത്ഥം ഒരു പാപത്തിന് അതിന്റെ ഭാരത്തേക്കാൾ കൂടുതൽ ശിക്ഷ ലഭിക്കും എന്നല്ല. മറിച്ച് ഒരു പാപം എത്രത്തോളം ആളുകളെ ബാധിക്കുന്നു, എത്രത്തോളം അവകാശങ്ങളെ ലംഘിക്കുന്നു, അല്ലാഹുവിന്റെ അവകാശം, വ്യക്തിയുടെ അവകാശം, സമൂഹത്തിന്റെ അവകാശം, അത്രത്തോളം അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും. അതാണ് ആ വാക്കിന്റെ ഉദ്ദേശം. ഒരുപക്ഷേ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ ചെയ്ത പാപം ചെറുതാണോ വലുതാണോ എന്നതിനേക്കാൾ അതിനോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ് എന്നതാണ് പ്രധാനം. ആത്മാർത്ഥമായി നിങ്ങൾ പശ്ചാത്തപിച്ചാൽ എത്ര വലിയ പാപവും അല്ലാഹു മായ്ച്ചു കളഞ്ഞേക്കാം. എന്നാൽ ഇതൊരു ചെറിയ പാപമല്ലേ എന്ന് പറഞ്ഞ് അതിലുറച്ചുനിന്നാൽ അത് നിങ്ങളെ വലിയ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. അല്ലാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ എത്ര വലുതായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ ഈയൊരു ഹദീസ് മാത്രം മതി. അല്ലാഹുവിന്റെ കാരുണ്യത്തെ 100 ഭാഗിച്ചാൽ അതിൽ ഒരൊറ്റ ഭാഗം മാത്രമാണ് ഈ ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. ആ ഒരു അംശം കൊണ്ടാണ് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും പരസ്പരം കരുണ കാണിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ബാക്കിയുള്ള 99 ഭാഗവും അവൻ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും നിരാശപ്പെടാൻ വകുപ്പില്ല. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈയൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഏതൊരു വൻപാപത്തിലേക്കുമുള്ള യാത്ര തുടങ്ങുന്നത് വളരെ ചെറുതെന്ന് തോന്നുന്ന ഒരൊറ്റ ചുവടുവെപ്പിലൂടെയാണ്. എന്റെയും നിങ്ങളുടെയും ചുവടുകൾ ഇന്ന് ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത്? ഈ ചിന്ത നിങ്ങളോടൊപ്പം വിടുന്നു. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.